Welcome to Semester 3 Complementary Electronics for a BSc Main Physics students. Today we take the topic CE amplifier problems, transistor CE amplifier problems. Semester 3 Complementary Electronics for a BSc Main Physics students. Semester 3, and we are seeing the chapter Transistor Amplifiers Single Stage, and today CE amplifier problems. ട്രാൻസിസ്റ്റർ CE ആംപ്ലിഫയർ പ്രോബ്ലംസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കുറേ ഇക്വേഷൻസ് പഠിച്ചിരുന്നു, വേരിയസ് ഗെയിൻസ് അതൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതായാലും പ്രോബ്ലം ചെയ്യുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം. ഫോർ ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഷോൺ ദി ഫിഗർ ബിലോ, കാൽക്കുലേറ്റ് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് വിത്ത് എ ലോഡ് ഓഫ് 500 ohm. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയിട്ട്, സർക്യൂട്ട് നോക്കിയിട്ട് അതിലെ വോൾട്ടേജ് ഗെയിനും ആ വോൾട്ടേജും കണ്ടുപിടിക്കുക. രണ്ട് കേസ്, വിത്തൗട്ട് ലോഡ് ആൻഡ് വിത്ത് ലോഡ്. ലോഡ് തന്നിരിക്കുന്നത് 500 ohm ആണ്. ഫോർ ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഷോൺ ഇൻ ദി ഫിഗർ ബിലോ, കാൽക്കുലേറ്റ് ദി വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ആൻഡ് വിത്ത് എ ലോഡ് ഓഫ് 500 ohm. അപ്പോൾ ഇതാണ് സർക്യൂട്ടുകൾ നോക്കുക. സർക്യൂട്ടിനകത്ത് ഇത് ഒരു ബയസ്ഡ് ആംപ്ലിഫയർ ആണ്. ബേസ് സിംപ്ലി ആംപ്ലിഫയർ, VCC 10 volt, RB 180K, RC 1K, ബീറ്റ 100. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. VB കാണിച്ചിട്ടുണ്ട്. NPN ട്രാൻസിസ്റ്റർ. ഇവിടെ നമുക്ക് AV കാണണം. AV എന്ന് പറഞ്ഞാൽ VA എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ROR നമ്മളതിൻ്റെ ഇക്വേഷൻ പഠിച്ചതാണ്. വോൾട്ടേജ് ഗെയിൻ അത് വിത്ത് ലോഡാണെങ്കിൽ വിത്തൗട്ട് ലോഡാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ VO/VI അല്ലെങ്കിൽ ROR. വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് AV VO/VI വിച്ച് ഈസ് ROR. അപ്പോൾ ആദ്യം R എന്ന് കണ്ടുപിടിക്കണം. വേർ ഈസ് RA ഓർ വാട്ട് ഇസ് വാല്യൂ ഓഫ് RA? ഫോർ സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സ് RA ഈസ് ഈക്വൽ ടു, അതായത് AC എമിറ്റർ റെസിസ്റ്റൻസ്, ഈ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ആണ് എമിറ്റർ റെസിസ്റ്റൻസ്. RA ഈസ് ഈക്വൽ 25 mV/I. അപ്പോൾ ഗിവൺ സർക്യൂട്ടിൽ VCC 10 volt, RB ഈസ് ഈക്വൽ 180K, ബീറ്റ ഈസ് 100. From the figure using Kirchhoff's law, we write the equation. Using Kirchhoff's law, we calculate IC. IC is beta IB, that is 100 into 0.050 mA IB. Beta is given, RB is given, therefore IB is equal to VCC by RB, 10/186. In that manner it will come. Now it is 10 minus 0.7, that is 9.3/186. ഒരു കാൽക്കുലേഷൻ പാർട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ നോക്കുക. IB എന്ന് പറഞ്ഞാൽ VCCയിൽ നിന്ന് നമ്മൾ ഡയോഡിൻ്റെ വോൾട്ടേജ് 0.7 കുറയ്ക്കണം. ഇപ്പോൾ 10 നിന്ന് 0.7 കുറച്ചാൽ നമുക്ക് 9.3 കിട്ടും. 9.3/186. 9.3/186 എടുക്കുമ്പോൾ അത് 10/200 വരും. അത് 0.05 mA എന്ന് വരും. വോൾട്ട്/കിലോ ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ നോക്കിക്കൊള്ളുണ്ടോ, ഈ നമ്മൾ ഇവിടെ ഐയുടെ വാല്യൂ ഞാനിവിടെ IBയുടെ വാല്യൂ ഞാനിവിടെ 0.0500 ഉണ്ട്. IBയുടെ വാല്യൂ അതെങ്ങനെ കിട്ടി നോക്കുക. IBയുടെ വാല്യൂ കിട്ടുന്നത് നോക്കുക. ഇവിടെ RB 186 ആണ്, VCC 10 ആണ്. ഈ സിലിക്കൺ ട്രാൻസിസ്റ്ററിന് ഒരു VBE 0.3 ഉണ്ട്. അപ്പോൾ VCC മൈനസ് VBE, അപ്പോൾ 10 മൈനസ് 0.7 9.3. അതിന് RB ഉണ്ടായിരിക്കണം. RB 186.6 ആണ്. ഹരിക്കുമ്പോൾ നമുക്ക് മില്ലി ആമ്പിലാണ് കിട്ടുന്നത്. 0.05 മില്ലി ആമ്പർ കിട്ടും. therefore IC is beta IB, that is 100 into 0.0505 mA.
സിൻസ് ഐ ഈസ് ഇക്വൽ ഐ സി, ഐ സി കിട്ടിയല്ലോ, ഇവിടെ ഐ സി കേട്ടോ. സിൻസ് ഐ ഈസ് നിയർലി ഈക്വൽ ടു ഐ സി, നിയർലി ഈക്വൽ ടു ഐ സി, അവിടെ സി എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല, ഐ സി നേടണം. ഐ ഈസ് ഓൾസോ 5 mA, ഐ 5 mA എന്ന് കിട്ടും. Therefore, small signal resistance or AC emitter resistance R is equal to 25 mV by IE, that is 25 mV by 5 mA, that is 5 ohm, 0.005 K. അതാണ് R, AC emitter resistance. Therefore, voltage gain, one without load, AV is RO by RA, RO by RA, RO is equal to RC is 1K. Therefore, AV is 1 by 0.005, that is 200. That is the gain, voltage gain without load. Then gain with the load. Next is gain with the load. RO is RO dash. RO dash ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് ആർ സി പാനൽ RL. ഇവിടെ RL is 500 ohm ആണ്, 0.5 K ആണ്. പിന്നെ ആറിൽ തന്നിരിക്കുന്നത് 1 K ആണ്, ആർ സി 1 K, ആറിലാണ് 500 ohm which is 0.5. Therefore, RO, RC parallel RL, RC into RL by RC plus RL, 1 into 0.5 by 1 plus 0.5, which is 0.5 by 1.5, 1 by 3, 0.333 K. K means K ohm. AV is RO by RE or RO dash by RE. 0.333 by 0.005, which is 66.6. അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഗെയിൻ കുറയുന്നതായിട്ട്. ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് 200 ആണ്, ഗെയിൻ കിട്ടിയത് ലോഡ് കൊടുക്കുമ്പോൾ ഗെയിൻ ഫാൾ ചെയ്യും. ന്യൂ ഗെയിൻ ഈസ് 66.6. അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി നമ്മൾ സെക്കൻഡ് പ്രോബ്ലം ചെയ്യണം. ഇതേ ടൈപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാറിക്കോളും. For the transistor amplifier shown in the figure, calculate the voltage gain without and with a load of 1 K. Same type problem. ഇവിടെ RB 200 ആണ്, RC 2K ആണ്, ബീറ്റ 100 ആണ്. BCC given 20 volt, BCC 20 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് AV is RO by RE, RE question mark, RE is 25 mV by IE. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറും. 25 mV by IE for silicon transistor. From the figure VCC equal IBRB plus VB, കിർച്ചോഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ദാറ്റ് ഈസ് IB is VCC by minus VBE by RB. VBE, base emitter voltage of transistor, 0.7 volt, breakdown voltage. Therefore, IB is equal to 20 minus 0.7 by 200, that is 19.3 by 200, that is 0.0965. അപ്പോൾ ഇതേ കാൽക്കുലേഷനാണ് നേരത്തെ അവിടെ ആ ഇക്വേഷൻ, IBയുടെ ഇക്വേഷൻ VCC മൈനസ് VBE by RB, അത് ഞാൻ പറയുകയായിരുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത് അവിടെ സ്റ്റെപ്പ്. I is nearly equal to IC, therefore IC is 9.65. IC is beta IB, and which is nearly equal to IE. IE is equal to 9.65 mA. Therefore, RE is equal to 25 by IE, 25 by IE, that is RE is equal to 25 mV by 9.45 mA, which we get as 2.59 5907 ohm, which is 0.00259 K. Voltage gain without load, AV is RO by RE, RO is RC is 2K, that is AV is 2 by 0.00259, which is 772.2. ഇതാണ് വിത്തൗട്ട് ലോഡ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ. വിത്ത് ലോഡ് ആകുമ്പോൾ ഗെയിൻ കുറയും. വിത്ത് ലോഡ് അതിന് AV is RO dash by RE or RO by RE അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സിമ്പിൾ നമ്മൾ പറയുന്നത് പോലെയാണ്. എക്സ്ട്രാ കൊടുക്കുമ്പോൾ ആണ് RO dash എന്ന് പറയുന്നത്. എക്സ്ട്രാ RL ഇല്ലെങ്കിൽ RO എന്ന് പറഞ്ഞാൽ മതി.
അപ്പോൾ രണ്ട് കേസിലും ആർ ഒന്ന് എഴുതിയാലും മതി. ആർ ഒ ഈസ് ആർ ഒ ഡാഷ് ആർ സി പാരൽ ആർ എൽ ആർ സി ഇൻറ്റു ആർ എൽ ബൈ ആർ സി പ്ലസ് ആർ എൽ 1K ആർ സി ഇസ് 2K. therefore ആർ സി പടത്തിലുണ്ട്. ആർ ഒ ഈസ് 2 ഇൻറ്റു 1 ബൈ 2 പ്ലസ് 1 2/3.6667K. therefore new AV with load that is RO by RA that is 0.6667 by 0.00259 257.46413. ഇപ്പോൾ ആർ ഒ ഡാഷ് എന്ന് പറഞ്ഞില്ല. ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറിലില്ലെങ്കിൽ നമ്മൾ സ്മോൾ ആർ സി ആയിട്ട് എടുക്കും. പിന്നെ ആറിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്മോൾ ആർ ഒ ഡാഷ് എന്ന് പറയും. അത് ആർ സി പാരൽ ആർ എൽ. ഈ ആർ ഒ ഡാഷിനെയും ആർ ഒ എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ല. സ്മോൾ ആർ ഒ. അടുത്ത ക്വസ്റ്റ്യൻ for a single stage amplifier given below, calculate Rin, RO, AI, AV, GP. 5 ഉത്തരം കണ്ടുപിടിക്കണം. We have to find 5 answers. Negative VB and use the relation R small a. R is equal to 25 MV by IE. അതാണ് പ്രോബ്ലം. 5 ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ആറും കാണുന്നത് എങ്ങനെയാണ്? ആറും കാണുന്നത് RB പാരൽ ബീറ്റ RE അങ്ങനെ കാണും. നമ്മുടെ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബീറ്റ RE വളരെ ചെറുതായതുകൊണ്ട് പാരലൽ കണക്ഷൻ ആണല്ലോ. RB മച്ച് കിട്ടാൻ ബീറ്റ RE ആണ്. അപ്പോൾ ആറിനെന്ന് പറയുന്നത് ബീറ്റ RE ആയിട്ട് മാറും. നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞതാണ്. RB വളരെ വലുതും ബീറ്റ RE ചെറുതുമാകുമ്പോൾ പാരലൽ കോമ്പിനേഷൻ വാല്യൂ ആറിൽ അത് ബീറ്റ RE ആയിട്ട് തന്നെ മാറും. സോ ആറിൻ ഈസ് ബീറ്റ RE. ഈ സർക്യൂട്ട് ക്വസ്റ്റിൻ്റെ പാർട്ടാണ്. നോക്കി വരച്ചുകൊള്ളണം. ക്വസ്റ്റിൻ്റെ കൂടെ ഈ സർക്യൂട്ടും വരയ്ക്കണം. ഇവിടെ നോക്കിക്കേ. The same circuit we have seen, the values are represented. RC is 10K, RB is 180. അത് നമുക്ക് നോക്കാം. അത് ക്ലിയർ അല്ല. ബീറ്റ 50, RL 10K, അവസാനം വരുന്നത് RL 10K. ഇവിടെ RB 1 മെഗോം ആണ് കേട്ടോ. മെഗോം M ഓം ആണ്. M ഓം RB. കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഒന്നും ആവശ്യമില്ല കണക്ക് ചെയ്യാനായിട്ട്. ബീറ്റ 50 ആണ്. ബീറ്റ ഈസ് 50. സോ ഹിയർ വി റൈറ്റ് R is 25B by IE, IB is equal VBB by RB. ഇവിടെ VBE ഇല്ല. 0.7 എടുക്കേണ്ട കാര്യമില്ല. നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. ബേസ് ബാറ്ററി അത് VCC തന്നെ എടുക്കണം. VBB is VCC 20 വോൾട്ട്. കാരണം ഒരേ പൊട്ടൻഷ്യലിൽ നിന്നാണ് ബയസ് ചെയ്യുന്നത്. ഇപ്പോൾ VBB എന്ന് പറഞ്ഞാൽ VCC തന്നെ 20 വോൾട്ട്. RB 1 മെഗോം. അതിന് കിലോ ഓം ആക്കി പറയണം. നമ്മുടെ കാൽക്കുലേഷൻ കിലോ ഓമിലും മില്ലി ആംപിയറിലുമാണ്. അതുകൊണ്ട് മെഗോമിനെ കിലോ ആക്കണം. വി ഹാവ് ടു കൺവേർട്ട് മെഗോം ഇൻറ്റു കിലോ. ദാറ്റ് ഈസ് 10⁻³ KO. ഓമിലാക്കണ്ടോ? ഓമിലാക്കിയാൽ 10⁻⁶. ഇഫ് ഇറ്റ് ഇസ് ഇൻ ഓം 10⁻⁶. ഇഫ് ഇറ്റ് ഇസ് ഇൻ കിലോ ഓം 10⁻³ IB is 20 by 10⁻³ that is 0.02 mA. IC is beta IB 50 into 0.02 that is 1 mA. But I is nearly equal to IC that is 1 mA. I is nearly equal to IC that is 1 mA. R is 25 by 1, 25 ohm that is 0.025 K. Rn is equal to beta RE equal to 50 into 0.025 K equal to 1.25 K. This is called Rn stage. RO is RC parallel RL 10 parallel 10 5K. 10 parallel 10 is 5K. That you know. ഒരേ വിലയുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഉത്തരം 1ന്റെ പകുതി എഫക്റ്റീവ് വാല്യൂ. AI is equal to beta is equal to 50. AV is RO by RA 5 by 0.025 that is 200. അതാണ് ഡി എന്നുള്ള ആൻസർ. ഇനി എ പി കാരണം AV that is 50 into 200 10,000. GP 10 log AP
10 log AP, that is 10 log 10,000. 10 into 10,000 4.00 ആണ്. അപ്പോൾ 40 dB, that is a decibel power gain of the amplifier. അടുത്ത ക്വസ്റ്റ്യൻ, for a single stage amplifier given below, same type question, find RL, RO, AI, AV, GP. അതിന് കൂടെ നമുക്ക് AP യും ചോദിക്കാം. AP കിട്ടിയാൽ പിന്നെ GP കാണാൻ പ്രയാസമില്ല, 10 log എടുത്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. സെയിം ഡയഗ്രാം നിങ്ങൾ നോക്കുക. ഞാൻ പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇവിടെ എല്ലാ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ അതൊന്ന് വായിക്കുകയാണ്. R is RB parallel beta RA, RB much greater than beta RA, that is R is beta RA itself. Small r is 25 MV by IE, but IE is equal to VBB by RB since VB is negligible. അത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Therefore VBB is equal to VCC is 15 volt, IB is 15 by 500.02 MA, IC is beta IB 100 into 0.033 MA. 3 MA. I is near equal to IC, that is 3 MA. R is equal to 25 MV by 3 MA, that is 8.33 ohm, that is 0.00833 K, a division by 1000. Therefore, RL is beta RA. Beta RA is equal to 100 into 0.0083. This is called R stage. RC parallel RL, 5 parallel 5, that is 2.5 K. Number 3, AI equal to beta 100. Number 4, AV is RO by RA, 2.5 by 0.00833, that is 300.12. 300.12. AP is equal to A into AV, that is 100 into 300.2, that is 30,012. GP is 10 log AP, 10 log 30,012. To the base 10, that is 10 into 4.4773. അത് ലോഗരിതം നോക്കണം. That is 44.773 dB. Answer. അടുത്ത പ്രോബ്ലം, ഈ പ്രോബ്ലത്തിൽ 2 വാല്യൂ എഴുതിയിട്ടുണ്ട്. അതിൽ ആ മുകളിലത്തെ വാല്യൂ ചുവപ്പ് മഷിയിലാണ്. അത് ആ ചുവപ്പ് വ്യക്തമല്ലെങ്കിൽ ഒന്നുമില്ല. 2 പ്രോബ്ലമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് പടം റിപ്പീറ്റ് ചെയ്യാനുള്ള സാവകാശം കൊണ്ട് നമ്മൾ 2 ഡേറ്റ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ഡേറ്റ, ആ ബ്ലാക്കിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഇവിടെ കണക്ക് ചെയ്യുന്നത്. റെഡിലുള്ള ഡേറ്റ ഈ കണക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് കൊടുത്തതാണ്, നോട്ട് ഇത് പഠിപ്പിച്ചപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ ബ്ലാക്ക് ഇങ്കിലുള്ള ഡേറ്റ വെച്ച് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ്. ഇതും ഓർക്കുക ഒരു സി ആംപ്ലിഫയർ ആണ്. സി ആംപ്ലിഫയർ ചോദിച്ചാൽ ഇങ്ങനെ പടം വലിച്ചാലും നമുക്ക് മാർക്ക് കിട്ടും. ഇതാണ് മോസ്റ്റ് കോമൺ സി ആംപ്ലിഫയർ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ബേസ് എമിറ്റർ മെത്തേഡ് ഓഫ് ബയസ് എന്നുകൊണ്ട് അത് പഠിപ്പിച്ചതേ ഉള്ളൂ. ഇതാണ് മോസ്റ്റ് കോമൺ. സ്റ്റാൻഡേർഡ് ബുക്കിനകത്തൊക്കെ ഇതാണ് സി ആംപ്ലിഫയറിൻ്റെ ഡയഗ്രമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് വെച്ച് പഠിക്കുന്നവർക്ക് അത് പ്രയാസമാകും. അല്ലെങ്കിൽ ടെസ്റ്റ് വെച്ച് പേപ്പർ വാലിഷ് നടത്തുന്നവർ ഇത്തരം പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ഓപ്പോസിറ്റ് സെൻസ്, അവിടെ ചേരാത്തൊരു സെൻസ് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെട്ടിക്കളയുന്നത് വരും. അതുകൊണ്ടാണ് ഈ പടം നമ്മൾ പഠിപ്പിക്കാത്ത ടെസ്റ്റിലെ പടം തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതാണ് മോസ്റ്റ് കോമൺ ഡയഗ്രാം. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ്, യൂണിവേഴ്സൽ ബയസ് ഉപയോഗിച്ചുള്ള സി ആംപ്ലിഫയറാണ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിനകത്തുള്ളവർ പഠിക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് VCE, AV and Z in the impedance RL for the transistor amplifier സർക്യൂട്ട് ഷോൺ ബിലോ. അപ്പോൾ ഈ സർക്യൂട്ടിനകത്തുള്ള ആ കാര്യങ്ങളെ കണ്ടുപിടിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ വാല്യൂസ് VCE, AV and Z in, അത്രയും കാണാം. അപ്പോൾ ഡയഗ്രം നോക്കുക. നമ്മൾ ബ്ലാക്ക് ഇങ്കിൽ എഴുതിയിരിക്കുന്ന വാല്യൂ കൊണ്ടാണ്
കണക്ക് ചെയ്യുന്നത്. വി ടേക്ക് ദി വാല്യൂസ് റിട്ടേൺ ഇൻ ബ്ലാക്ക് കളർ. ഫോർ ബി സി ആണെങ്കിൽ for collector circuit we know this equation. When we study voltage divided by this equation is a common appearance. This is equation is of common appearance. VCC equal ICRC plus VEE plus IERA. അതായത് നമ്മൾ ആ കളക്ടർ സർക്യൂട്ട് നേരെ റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. Therefore, BCE ആണ് VCE collector voltage, VCC minus ICRC minus IERA. That is VC equal VCC minus IC. ആ സ്റ്റെപ്പ് അവിടെ റിപ്പീറ്റേഷനാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് VC equal to VCC minus IC into RC plus RA. അങ്ങനെ എഴുതി ഇക്വേഷൻ നമ്പർ 1. In the figure, I1 is equal to I1 plus IB. നമ്മൾ സാധാരണ ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് പഠിക്കുമ്പോൾ when we study voltage divider bias, we apply Kirchhoff's first law and write like this. I1 is I2 plus IB is stable, therefore I1 is I2, voltage across 10K, voltage across 10K, that is VB equal VB plus VE, that is V is equal VB minus VBE. Kirchhoff's law കേട്ടോ, അത് നോക്കിയാൽ മതി. VB എടുക്കണ്ടല്ലോ, ആ സിലിക്കണാകുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും സിലിക്കണമെന്ന് വിചാരിച്ച് ചെയ്യാൻ കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കണം, പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇല്ലാതെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും. ഈ VB എടുത്ത് VB പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കണം, സിലിക്കണം എന്ന് പറഞ്ഞാലും എടുക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കാം, വേണമെങ്കിൽ സിലിക്കണം വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ VB is equal to 0.7 volt. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ സിലിക്കണമെന്ന് വിചാരിച്ചെടുക്കുക കേട്ടോ, സിലിക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കുക ട്രാൻസിസ്റ്റർ. For silicon transistor, VB is equal to 0.7. For silicon transistor, VB is equal to I2 into 10. നമ്മൾ ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈസിൽ പഠിക്കുന്നതാണ്. I2 is I1 into 10. ആ വോൾട്ടേജ് ഡിവൈഡർ ബൈസിൽ നിന്ന് എടുത്ത് വെച്ച് വായിക്കണം സംശയം ഉണ്ടാകുകയാണെങ്കിൽ. ആ സെമിസ്റ്റർ 2 പഠിച്ചിട്ടുള്ളതാണ്. That is 0.36 into 10, 3.6 volt. V is equal to 3.6 minus 0.7, 2.9 volt. IC is equal to nearly I is equal to V by RB, 2.9 by 1, 2.9 MA. But put this IC in equation 1. VC equal 18 minus 2.9 into 4 plus 1. That is 18 minus 4.9 into 5. 18 minus 14.5, 3.5 volt. That is VCE, the output voltage. Then AV is RO by RA, that is RO is RC. RA we take as small r itself, that is the value is R is calculated in the margin, right margin, which is 0.0086 K. RO is RC. RE is 25 by IE. IE is 2.9. So we have calculated. So it is RC by 0.0086. എത്രയാണ് RC തന്നിരിക്കുന്നത്? അത് പടത്തിൽ നോക്കണം. RC ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല, നമുക്ക് നോക്കാം. ഇവിടെയുണ്ട് RC. RC is
ആർ സി ഇസ് 4K ആണ്, 4K. ആ 4K ഇട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 465 എന്ന് കിട്ടും. 465. Four by 0.0086, that is 465. That is the voltage gain AV. Zin, input resistance, that is R1 parallel R2 parallel RB. ഈ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണുന്നത് ഇങ്ങനെയാണ്. RB is beta RE. Beta RE. RB parallel beta RE, that is beta RE. That is RB. 200 into 0.0086. RO is very large. RB is very large. Now, Zn is 40 parallel, 10 parallel, 1.72. 3 resistance, 3 resistors are parallel. We have to find effective value by the equation 1 by R is 1 by R1 plus 1 by R2 plus 1 by R3. That is 1 by Zn is equal to 1 by 40 plus 1 by 10 plus 1 by 1.72. That is 243 by 344. Take reciprocal, 344 by 243. That is Zn 1.4K. സ്ഥലമായിരുന്നു. പിന്നെ ആ സൈഡിൽ ആ ചുവപ്പ് മഷി തെളിയാതെ കാണുന്നത് മറ്റേ ചുവപ്പ് മഷി എഴുതിയുള്ള വാല്യൂ വെച്ചുള്ള പ്രോബ്ലം റിപ്പീറ്റേഷനാണ്. അത് ചെയ്യണമെന്നില്ല, ഇത് ഒക്കെ പഠിച്ചാൽ മതി. അടുത്ത് ഫൈൻഡ് VC, AV, Zin ആൻഡ് RO. RO is also called ZO for the transistor amplifier shown below. അപ്പോൾ ഇതും ഒരു റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. മുകളിലത്തെ പോലെ ഡയഗ്രാം നോക്കുക. ആൾമോസ്റ്റ് ദി സെയിം ഡയഗ്രാം. സെയിം ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഒരു RL ഉണ്ട്. VCE equal VCC minus ICRC plus IERE. IC and IE are nearly equal. Therefore, we take IC as common factor. I is nearly IC. That is VCE equal to VCC minus IC into RC plus RL. Since I is nearly equal to IC. And VB, I2 R2 is equal to I1 R2 is equal to VCC by R1 plus R2 into R2. That is 16 by 25 plus 4 into 4. That is 18 by 29 is 16 by 20. What's the value? That you calculate 25 plus 4, 29 ആണ് താഴെ. മുകളിൽ മുകളിൽ 16 by 29 to 4 എന്ന് കിട്ടും. The answer is 2.206 volt. Therefore, VB is equal to B plus IERE 2.206 is equal to 0.7 plus IBRE, that is 2.206 plus 0.7 is equal to I into RE. 1.506 is I into 1 and I is equal to 1.506 MA. That is IC is also that 1.506 MA. Put in 1. Equation number 1, VC equals 16 minus 1.5 into 5 into 1. That is 16 minus 1.5 into 6. 16 minus 9, that is 7 volt. That is VCE. AV is RO by RE, 1.42 by 0.0167, that is 25.03.
ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. RO is RC parallel RL 5 parallel to which is 1.427. R is 25 by I is 1.5, which we get 0.0167K. ആ വാല്യാണ് ഇവിടെ കൊടുക്കുന്നത്. RB is equal to beta RA 100 into 0.0167, that is 1.67K. Zn is equal to, therefore Zn is equal to 25 1 by Rn plus or R1 parallel R2 parallel beta RE ആണല്ലോ. അപ്പോൾ 25 പാരലൽ 4 പാരലൽ 1.67 പാരലൽ കോമ്പിനേഷൻ കാണുന്നത് 1 by Zn is equal or 1 by Rn 1 by 25 plus 1 by 4 plus 1.67 0.884. ഇത് റെസിപ്രോക്കൽ കണ്ട് കൂട്ടണം കേട്ടോ, LCM കാണുന്നില്ല, റെസിപ്രോക്കൽ കണ്ട് കൂട്ടിയാൽ മതി. എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ Zn is 1.125, RO is RC parallel RL, that is 1.42K. ഇപ്പോൾ പ്രോബ്ലമാണ്, എഴുതിയിട്ട് സൂക്ഷിച്ച് നോക്കി പഠിക്കണം. അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, കാൽക്കുലേറ്റർ ഉപയോഗിക്കണം, അങ്ങനെ വേണം പഠിക്കാനായിട്ട്. കുറേ സ്റ്റെപ്പുകളുണ്ട് ഈ പ്രോബ്ലം. അപ്പോൾ ആ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് നോക്കി പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ചിത്രം സഹിതമാണ് ചോദിക്കുന്നത്. ചിത്രത്തിലായിരിക്കും വാല്യൂസ് എല്ലാം എഴുതുന്നത്. ചിലപ്പോൾ വാല്യൂസ് തരും, വരച്ച് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ചിത്രം നമുക്ക് തരും. ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത 1-2 ചിത്രങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അത് നോക്കി ചെയ്യണം. ചിത്രങ്ങൾ കാണുമ്പോൾ അത് ചെയ്യാതിരിക്കരുത്. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലമൊക്കെ ചെയ്യാൻ പറ്റും. സോ ദി ക്വസ്റ്റ്യൻസ് വിൽ കണ്ടെയ്ൻ circuit diagram. Using circuit diagram we can see the values and we can calculate. That is all. Thank you very much.